ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം പറവൂർ കുമാരമംഗലത്തും കുറുവാ സംഘം എത്തിയെന്ന സംശയം വരുന്നത്. മോഷ്ടാക്കളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കുറുവാ മോഷ്ടാക്കളെ പിടിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ എറണാകുളത്ത് നിയോഗിച്ചിട്ടുണ്ട്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. 24 എക്സ്ക്ലൂസീവ്. പറവൂർ കുമാരമംഗലത്തെ 5 വീടുകളിലാണ് കുറുവ സംഘമെന്ന് സംശയിക്കുന്ന 2 പേർ എത്തിയത്. അർദ്ധനഗ്നരായി മുഖം മറച്ച് കയ്യിൽ ആയുധങ്ങളുമായിരുന്നു വരവ്. 2 വീടുകളിലെ CCTVകളിൽ ഇവരുടെ ദൃശ്യം പതിഞ്ഞു. വീടുകളുടെ പിന്നാമ്പുറത്തുള്ള വാതിൽ പൊളിക്കാനായിരുന്നു ശ്രമം. ബാക്ക് വശത്തു നിന്നാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ വാതിലിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് വാതിൽ അടഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷേ അടിയിലെ കുറ്റി ഇങ്ങനെ വിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം മനസ്സിലായി ആരോ നമ്മൾ വാതിൽ ഇതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചാണ് തസ്കര സംഘത്തിന്റെ നീക്കം. പോലീസിൽ പരാതി നൽകിയെങ്കിലും നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. ഭയാനകരമായ ആശങ്കയാണ്. എന്ത് ചെയ്യും, എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നാണ് നമുക്കിപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്താണ് മെമ്പറെ ചെയ്യേണ്ടതെന്ന് വെച്ച്. കുറുവ സംഘമാണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാദേശിക മോഷണ സംഘങ്ങൾ കുറുവ വേഷം ധരിച്ചെത്തിയതാണോ എന്ന സംശയവുമുണ്ട്. പ്രദേശത്ത് രാത്രികാല പരിശോധന അടക്കം കർശനമാക്കിയതായി എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. കുറുവ സംഘമാണെങ്കിലും അല്ലെങ്കിലും രാത്രികാലങ്ങളിൽ ഈ വീടുകളിലേക്ക് എത്തിയ ആളുകൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഈ പ്രദേശത്തുള്ളവർക്ക് മനസ്സമാധാനമായി കിടന്നുറങ്ങാനാകൂ. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ആദ്യമാണ് നാട്ടുകാർക്ക് സംഭവം അല്പം സീരിയസ് കൂടിയാണ്. കൊച്ചിയിലെ കുറുവാ സംഘത്തെ പിടികൂടാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ ചേരുന്നു. ശ്യാം, ഇത് കുറുവാ സംഘമാണെന്ന കാര്യത്തിൽ തന്നെ തുടക്കത്തിൽ ഇപ്പോൾ സ്ഥിരീകരണമില്ല. പക്ഷേ ആദ്യമാണ് നാട്ടുകാർക്ക് കുറുവാ സംഘത്തിന്റെ ശൈലി സംഘം പിന്തുടരുന്നു. ഒറിജിനലാണോ വ്യാജനാണോ എന്നൊക്കെ ഇനി പരിശോധിച്ചറിയണം. എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? സുഹൈലെ, നാട്ടുകാരുടെ ആദി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറുവാ സംഘം എന്ന് സംശയിക്കപ്പെടുന്ന മോഷ്ടാക്കൾ എത്തിയ സ്ഥലത്ത് പരിശോധന നടത്തിയത്. ആ മോഷ്ടാക്കൾ എത്തിയ വീടുകളിലെത്തി ആളുകളെ കണ്ട് പോലീസ് സംരക്ഷണം SP ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ സംഘത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. SP പ്രത്യേക സംഘവും പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നുണ്ട്. SP തന്നെ പറയുന്നത് ഇത് കുറുവാ സംഘം തന്നെയാണോ എന്നുള്ളതിൽ പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ മറവ് പറ്റി പറവൂരിലുള്ള ലോക്കൽ കള്ളന്മാർ കുറുവാ സംഘത്തിന്റെ പേര് പറ്റി നാട്ടുകാരെ പേടിപ്പിക്കുകയും മോഷണം നടത്താൻ അവസരം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയം കൂടി പോലീസിനുണ്ട്. ഏതായാലും ഈ പരിശോധനകളെല്ലാം നടക്കുന്നുണ്ട്. ആലപ്പുഴയിൽ കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളും പറവൂരിൽ കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും. ആലപ്പുഴ SP സംസാരിക്കുന്നുണ്ട് എന്നീ കാര്യങ്ങളാണ് വൈഭവ് സക്സേന വ്യക്തമാക്കിയത്. ഏതായാലും SP തന്നെ നേരിട്ട് ആ സ്ഥലത്തെത്തി നാട്ടുകാർക്ക് ഒരു ധൈര്യം കൊടുത്താണ് ഇന്ന് മടങ്ങിയിരിക്കുന്നത്. രാത്രി 9 മണിയോടുകൂടിയാണ് SP ആ സ്ഥലത്തെത്തിയത്. ഏതായാലും പോലീസിന്റെ രാത്രി പുലർകാല പരിശോധനകൾ കർശനമാക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ശ്യാംകുമാർ, നേരത്തെ ഈ ആലപ്പുഴയിൽ നിന്നടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ മുഖം വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ എറണാകുളത്തെ ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും സാദൃശ്യം പോലീസ് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇപ്പോഴും ലോക്കൽ കള്ളന്മാർ ഈ കുറുവാ സംഘത്തിന്റെ പിന്തുടർന്ന് അല്ലെങ്കിൽ അങ്ങനെ വ്യാജേന നടത്തുന്നതാണെന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസ് ഉള്ളത്? സുഹൈലെ, പോലീസിന്റെ പ്രധാനപ്പെട്ട സംശയം കുറുവാ സംഘത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇത്തരം ക്രൈമുകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ക്രൈമുകളുടെ തൊട്ടു പിന്നാലെ പ്രാദേശിക തലത്തിലെ കള്ളന്മാരും സാമൂഹ്യ വിരുദ്ധരും ആ സാഹചര്യം മുതലെടുക്കാറുണ്ട്. അത് പോലീസ് പലതവണ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മുൻപ് ബ്ലാക്ക്മാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ ബ്ലാക്ക്മാനെ പോലീസ് അന്വേഷിച്ചിറങ്ങിയപ്പോൾ പല ബ്ലാക്ക്മാൻമാർ ആ പ്രദേശത്ത് ഇറങ്ങുകയും ഒടുവിൽ ഒരു ലോക്കൽ ബ്ലാക്ക്മാനെ പിടികൂടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതുപോലെ തന്നെയാണോ ഇതെന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും നേരത്തെ പോലീസ് പറയുന്ന പോലെ തന്നെ ആരാണെങ്കിലും അത് കണ്ടുപിടിക്കപ്പെടണം. കാരണം പ്രദേശത്തുള്ളവർക്ക് സമാധാനമായി രാത്രിയിൽ ജീവിക്കാൻ സാധിക്കണം, അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ സാധിക്കണം. അതിനുവേണ്ടി തന്നെയാണ് പ്രത്യേക സംഘത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. പരിശോധനകൾ തുടരും എന്നുള്ളത് തന്നെയാണ് SP ഇന്ന് നാട്ടുകാർക്ക് നേരിട്ട് ഉറപ്പ് കൊടുത്തത്. എറണാകുളം പറവൂർ കുമാരമംഗലത്ത് റൂറൽ SP വൈഭവ് സക്സേന എത്തി അവിടെയുള്ള ആളുകളെ കണ്ടു, അവരുടെ ആദികൾ കേട്ടു, പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകി. അതിന്റെ ഭാഗമായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു, 10 അംഗ സംഘത്തെ. എന്തായാലും കാര്യം വളരെ സീരിയസ് ആയി തന്നെ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചത്തോളമായി ആലപ്പുഴയിൽ വിലസുന്ന കുറുവാ സംഘം കൊച്ചിയിലേക്ക് അതിർത്തി കടന്ന് എത്തിയോ എന്ന ചോദ്യം ബാക്കി. അതോ ലോക്കൽ കള്ളന്മാർ
കുറുവാ സംഘമാകുന്നതാണോ എന്ന സംശയവും പോലീസിന് ബാക്കി.